ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ് ഇത്. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മത്തങ്ങ നമ്മൾ കറി വെക്കാനാണല്ലോ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതും കൊണ്ട് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് ചെറിയ പീസുകളാക്കിയിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാം. നമുക്ക് സ്കിൻ ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിത് പീസ് ഒക്കെ ആക്കി അതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്ററിൻ്റെ വലിയ കണ്ണിയുള്ള സൈഡ് കൊണ്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കനം കുറഞ്ഞ് നീളത്തിൽ കിട്ടും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്ത മത്തങ്ങയെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിനേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. നമുക്കിനി ആ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് ചെറിയ പീസുകളാക്കി ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ആവശ്യമില്ല, എല്ലാം കുറേശ്ശെ മാത്രം മതി. ഇപ്പോൾ ഒരു ഒനിയനാണ്, അല്ല നമ്മളിത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് അതെല്ലാം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. ഇപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മളതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം ആണ് വേണ്ടത്. ക്യാപ്സിക്കം ഏത് കളർ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുത്തോളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ യെല്ലോയും റെഡും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളറേ ഉള്ളെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മളിതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടൊമാറ്റോയും എടുത്തിട്ട് അതൊന്നും പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്രീൻ ചില്ലി നമുക്ക് വേണം, അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പം ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് മുട്ടയാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒരു വിസ്കോ ഒരു ബീറ്ററോ ഉപയോഗിച്ച് ഒന്ന്, അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് കലക്കി എടുത്താൽ മതി. അപ്പോൾ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെന്ന്. അത് നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മത്തങ്ങയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി വീണ്ടും ഇത് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത വെജിറ്റബിൾസൊക്കെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതൊരു പാൻ ഒരു സ്റ്റൗവിലേക്ക് ഒഴിച്ച് കൊടുത്തതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഇത്രയും വേണ്ട എന്നുള്ളവർക്ക് ഇതിലും കുറച്ച് ഉപയോഗിക്കാം. നമ്മൾ ആ ഒനിയൻ എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ക്യാരറ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ക്യാപ്സിക്കം 2 കളറും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്. കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, അതിൻ്റെ കളർ കണ്ടിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ടൊമാറ്റോയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിരുന്നില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലുതായിട്ടുള്ള ആ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ നമുക്കിനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മത്തങ്ങയിലേക്ക് ഈ വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്. എല്ലാം വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നിട്ട് കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ടും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്. സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിരിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഇങ്ങനെയുള്ള കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ടും ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഈ മത്തങ്ങ മിക്സ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് സീസണിങ് പൗഡർ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ പൗഡർ വരുന്നുണ്ട്, അതാണ് ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സും നമ്മുടെ ഓറിഗാനോയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീഫ് ഞാൻ പൊടിയായി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതും ഒന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം വെച്ച് കൊടുത്താൽ മതി. ഓരോ ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂൺ അത്രേ ആവശ്യമുള്ളൂ. ഇത്രയും വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കുട്ടി ദോശകളായിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഒന്ന് നിറം മാറുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട്
രണ്ട് സൈഡും ഒരു ബ്രൗൺ ഗോൾഡൻ നിറമാകുന്നവരെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. അത്രയും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മൾ ബാക്കിയുള്ളതും നമ്മൾ ഇതേ രീതിയിൽ നിന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ട് ആണ് കാണാൻ. അതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴും നല്ല ഒരു മണവും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതുപോലെ ലഞ്ച് ബോക്സിലും കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഡിഷ് കൂടിയാണ്. ഞാനിത് സെർവൻ ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ എല്ലാം ടിഫിൻ ബോക്സൊക്കെ കാലിയാക്കി അവർ കൊണ്ടുവരും. നിങ്ങളല്ലേ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ ഫ്രണ്ട്സും ഒക്കെ ഇതിൻ്റെ റെസിപ്പി ചോദിക്കും. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് സെർവൻ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴിച്ചുകൂടി ഒന്ന് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്